നാലാം ദിവസം. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്ക് ദർശനഭാഗ്യം തരിക. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിചിന്തനം. ഉത്ഥിതനായ ഈശോയിലുള്ള ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണം നടത്തിയത് തോമാസ് ലീഹായാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള ആ ഏറ്റുപറച്ചിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പര്യവസാനമാണ്. മനുഷ്യരൂപം സ്വീകരിച്ച വചനം യഥാർത്ഥത്തിൽ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ഈശോ യഥാർത്ഥത്തിൽ ദൈവമാണെന്നുള്ള ഏറ്റുപറച്ചിലിലാണ് യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുന്നത്. അവൻ്റെ കയ്യിലെ ആണിപ്പാടുകൾ കാണാതെയും പാർശ്വത്തിലെ മുറിവിൽ എൻ്റെ വിരലിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന തോമാസ് ലീഹായുടെ പ്രസ്താവനയുടെ ശരിയായ അർത്ഥം എന്തായിരുന്നു? ഈശോയുടെ ഉത്ഥാനത്തിലുള്ള അവിശ്വാസമാണോ സ്ലീഹ ശരിക്കും പ്രകടിപ്പിക്കുന്നത്? ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. തോമാസ് ലീഹ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ശിഷ്യന്മാർ അവിടുത്തെ മുറിവുകളെക്കുറിച്ചുമൊക്കെ ആവേശത്തോടെ സംസാരിച്ചു. തോമാസ് ലീഹായെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. ഗുരുവിനോടൊപ്പം മരിക്കാൻ പോലും തയ്യാറായവനാണ് താൻ. എന്നിട്ടും തനിക്ക് മാത്രമെന്തേ ആ ഭാഗ്യം നിഷേധിക്കപ്പെട്ടു? ആ മുറിവുകൾ എനിക്കും കാണണം, എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. നിറഞ്ഞ സ്നേഹത്തിൽ നിന്നുള്ളവായ നിഷ്കളങ്കമായ വാശി. സംശയാലു എന്ന വിശേഷണത്തിന് ഒരിക്കലും ചേരാത്തത്. ഗുരുവിന് നേരെയുള്ള ഒരു വെല്ലുവിളി കൂടിയായിരുന്നു അത്. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്കും ദർശനഭാഗ്യം നൽകുക. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതും തോമാസ് ലീഹായ്ക്ക് തെളിവ് നൽകുന്നതും. വരിക, നിന്റെ വിരൽ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. തോമാസ് ലീഹായ്ക്ക് അത്രയും മതിയായിരുന്നു. ആ ദർശനം തന്നെ ധാരാളം. സ്പർശനം ആവശ്യമില്ലായിരുന്നു. വാക്കുകൾ സ്വയം പുറത്തു വന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോയുടെ പൂർണ്ണ ദൈവത്വത്തിൻ്റെ സമ്പൂർണമായ ഏറ്റുപറച്ചിൽ. കണ്ടു വിശ്വസിച്ച ശിഷ്യന്മാരെയും കാണാതെ വിശ്വസിക്കുന്ന നാം ഉൾപ്പെടുന്ന പിൻതലമുറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് തോമാസ് ലീഹ. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ അനന്യതയും. തോമാസ് ലീഹായിലൂടെ നമുക്കും ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറയാം. പാദം